പെട്ടെന്ന് ചെയ്യാം നമുക്ക്. എക്സ് സ്ക്വയർ മൈനസ് 16 നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ, എക്സ് സ്ക്വയർ മൈനസ് 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 4 ഈസ് ഈക്വൽ ടു 4 എന്ന് എഴുതാമല്ലോ. ഇനി നോക്കിക്കേ, എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് 4 എന്ന് എഴുതിക്കൂടെ, ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 4 എന്ന് എഴുതിക്കൂടെ, ഈസ് ഈക്വൽ ടു അല്ലേ 4. അപ്പോൾ നമുക്ക് ഈ എക്സ് മൈനസ് 4ഉം ഈ എക്സ് മൈനസ് 4ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടിയില്ലേ. ഇവിടെ എക്സ് പ്ലസ് 4 എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് എന്തുവാ, എക്സിൻ്റെ വാല്യൂ അല്ലേ. എക്സിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 4 മൈനസ് 4 ഈസ് ഈക്വൽ ടു 0. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 0 എന്ന് കിട്ടി. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. സോ ഈ ഐഡൻറ്റിറ്റീസ് ഒക്കെ ഓർത്തിരിക്കാമെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, ഇതൊക്കെ ഓരോ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പേനയും പേപ്പറും ഒന്നും എടുക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. സോ എപ്പോഴും ബേസിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് മെത്തേഡിലൊക്കെ ഇരുന്ന് ചെയ്ത് നോക്കി ഉത്തരം കിട്ടും, പക്ഷേ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക.